നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മളിന്ന് സംസാരിക്കുന്നത് ദശാകാലത്തെക്കുറിച്ചാണ്, അതിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ചാണ്. ഒന്ന് വിശദമാക്കാമോ സർ? അടുത്ത് നമ്മളിപ്പോൾ ശനിദശ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ബുധദശയാണ്. അതായത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ അവസാനത്തെ ദശ കടക്കുന്നത്. അപ്പോൾ ഇത് കണക്കൂട്ടേണ്ടത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പല നക്ഷത്രക്കാർക്കും അവരെ നക്ഷത്രം കടക്കുന്നതിൻ്റെ പകുതി വർഷം ദശാകാലം കണക്കൂട്ടിയിട്ട് അങ്ങനെ കണക്കൂട്ടി വരാം. അപ്പോൾ ശനിദശ 19 വർഷം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ബുധദശയാണ്, 17 വർഷം. ആയില്യം, തൃക്കേട്ട, രേവതി ഈ 3 നക്ഷത്രങ്ങളാണ് ബുധദശയുടെ നക്ഷത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങൾ, ആയില്യത്തിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളാണ് തൃക്കേട്ട, രേവതി. അതേപോലെ രേവതിയുടെയാണ് തൃക്കേട്ട, ആയില്യം. ഇത് കണക്കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതാണ് അനുജന്മ നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ബുധദശ 17 വർഷം കടക്കുമ്പോൾ, ബുധദശ എന്ന് പറയുന്നത് ബുധനെങ്ങും ഉറച്ചു നിൽക്കാത്ത ഒരു ഗ്രഹമാണ്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, അങ്ങനെ 27 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വരെ ഒരു രാശിയിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. അപ്പോൾ ബുധദശ നടക്കുമ്പോൾ ചില ആചാര്യന്മാർ തെറ്റിദ്ധരിച്ചിട്ട് ശനി കഴിഞ്ഞ് അടുത്ത ബുധൻ വരുമ്പോൾ വളരെ സൗഭാഗ്യമൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതെല്ലാം വിഡിതമായിട്ട് തന്നെയാണ് കലാശിക്കുന്നത്. ബുധൻ മോശമല്ലാത്തൊരു അധിപനാണ്, എന്നാൽ അത്ര കണ്ട് പ്രൗഢഗംഭീരവുമല്ലാത്തൊരു അധിപനാണ്. ഒരു ആവറേജ് ഗ്രഹനാഥനായിട്ട് കടന്നു പോകും. ഈ കാലഘട്ടങ്ങളിൽ വഴിപാട് എന്ന് പറയുന്നത് കൃഷ്ണനാണ് ബുധൻ്റെ അതിദേവൻ. അപ്പോൾ കൃഷ്ണന് പാൽപ്പായസവും ഭാഗ്യസൂക്തവും എല്ലാ മാസത്തിലും ഈ പക്കപ്പിറന്നാളിന് ചെയ്യുക. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഗുരുവായൂർ ദർശനം നടത്തിയാലും വളരെ നന്നായിരിക്കും. കാരണം ബുധദശ കടക്കുമ്പോൾ അതിദേവൻ കൃഷ്ണനായതുകൊണ്ട്, കൃഷ്ണൻ പൂർണ്ണതയിലിരിക്കുന്ന ഗുരുവായൂരായതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയി ദർശനം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുധദശ നടക്കുമ്പോൾ ആ ഒരു സൗഭാഗ്യകാലം കൂടി നമുക്ക് ലഭിക്കും, പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ ജീവിതത്തിൻ്റെ ഉന്നതികളിലേക്കൊക്കെ എത്താൻ സാധിക്കും. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു, നമ്മൾ മുമ്പ് എല്ലാ ദശാകാലങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് ദശാകാലം കടന്നാലും കാലദോഷം എന്ന് പറയുന്നത് ഈ ദശാകാലങ്ങളെയാണ് കാലദോഷം എന്ന് പറയുന്നത്. ബാധാദോഷങ്ങൾ എന്ന് പറയുന്നതാണ് നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നത്. അല്ലാതെ ദശ കടക്കുമ്പോൾ നെഗറ്റീവ് ദശ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദശ കടക്കില്ല. അതിൽ തന്നെ ഈ പറഞ്ഞ രാഹുർദശയാണ് അങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ മോശമായ ഒരു കാലഘട്ടമായിട്ട് കടക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ദശാകാലങ്ങളൊന്നും നെഗറ്റീവ്സ് എന്ന് പറയാറില്ല. നമ്മളെപ്പോഴും ബാധാദോഷങ്ങളെയാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ 120 വർഷം ഒരു മനുഷ്യ ആയുസ് 120 വർഷമായിട്ടാണ് പൂർവിക കണക്കിൽ വെച്ചിരുന്നത്. ആ 120 വർഷമാണ് ഇപ്പോൾ കടന്നുപോയത്. അതിൽ നമ്മൾ 3.5 വർഷമായിട്ട് കൂട്ടിയതുകൊണ്ടാണ് ഈ 120ലേക്ക് വരില്ല, 116 വന്ന് നിൽക്കുകയുള്ളൂ. അതിന് 7 വർഷം കൃത്യമായിട്ട് കിട്ടുന്ന ഒരാൾക്കാണ് 120 വയസ്സ് പൂർണ്ണം. ഇതാണ് സമ്പൂർണ്ണമായിട്ട് ദശാകാലം. പണ്ട് കാലങ്ങളിലെ ആ ഒരു ക്രമീകരണം അനുസരിച്ചാണ് ഈ 120 വർഷം എല്ലാം വരാൻ കാരണം. അതായത് പൂർവിക ആചാര്യന്മാർ പൂർവ്വകാലങ്ങളിൽ ആയുസ് കൂടുതലായിരുന്നു എന്ന് പറയുന്നു, ചില ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആയുസ് കുറവായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഏതായിരുന്നു സത്യമെന്നും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല. കാരണം വാമൊഴി കാലഘട്ടത്തിൽ നിന്ന് വരമൊഴിയിലേക്കൊക്കെ വന്നിട്ട് കുറച്ച് കാലം ആയിട്ടുള്ളൂ. അപ്പോൾ മുൻപുണ്ടായിരുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആർക്കും സമർത്ഥിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിലുള്ളത് പോലും ശരിയാണോ തെറ്റാണോ എന്ന് പോലും സമർത്ഥിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് പോകുന്നത്. കാരണം ഇപ്പോൾ ഒരു പ്രസ്ഥാനം എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം വന്ന് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും പരസ്യ പ്രചാരണം വരും. ഇതൊരു 100 വർഷം പഴക്കമുണ്ടായിരുന്നു, 200 വർഷം പഴക്കമുണ്ടായിരുന്നു, ആ രീതിയിലാണ്. പിന്നെ അങ്ങനെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് പറയിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങേരും പറയും, ഇവർ പറയുന്നുണ്ട് 100 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആവാം എന്ന് അങ്ങേരും കൂടി ഒരു ആവാം പറഞ്ഞു കഴിഞ്ഞാൽ അതായി കഴിഞ്ഞു. അപ്പോൾ അത് പറഞ്ഞത് വലിയ പുള്ളി ആയതുകൊണ്ട് ഈ 10 പ്രാവശ്യം നുണ പറഞ്ഞത് ഒരു പ്രാവശ്യം, 10 പ്രാവശ്യം പറഞ്ഞത് നുണ ഒരു സത്യമായി എന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയുക, ദശാകാലം എന്ന് പറയുന്നത് അവസാനത്തെ ദശ. നമ്മളിപ്പോൾ അശ്വതിയിൽ ജനിച്ച ഒരാൾക്ക് അവസാനത്തെ ദശ എന്ന് പറയുന്നത് അതുവരെ ഒന്നും ആയുസ്സുണ്ടാവില്ല. എന്നിരുന്നാലും നമ്മളുടെ ദശാചക്രമണം, അതായത് നക്ഷത്രം ആദ്യത്തിൽ തുടങ്ങി അവസാനിക്കുമ്പോൾ ആയില്യം, തൃക്കേട്ട, രേവതി ഈ ദശ അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ആയില്യം, തൃക്കേട്ട, രേവതി എന്ന് പറയുന്നത് ഗണ്ണാന്ത നക്ഷത്രങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഗണ്ണാന്ത ദോഷം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് തന്നെ അശ്വതി മകം മൂലവും ഗണ്ണാന്ത നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്, ഈ ആദ്യവും അവസാനവും ഗണ്ണാന്തം കയറുന്നുണ്ട്. അപ്പോൾ അശ്വതി മകം മൂലത്തിന് ആദ്യ പാദത്തിലാണ് ഗണ്ണാന്ത ദോഷം വരുന്നത്, ആദ്യത്തെ 15 നാഴികയ്ക്കുള്ളിൽ. അതേപോലെ ആയില്യം, തൃക്കേട്ട, രേവതിക്ക് അവസാനത്തെ 15 നാഴികയ്ക്കുള്ളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഗണ്ണാന്ത ദോഷം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളൊരു കാര്യം കൂടി അറിയേണ്ട ഒരു കാര്യം, 15 നാഴികയ്ക്കുള്ളിലാണെങ്കിൽ പോലും
ഏറ്റവും അതിനെ 4 ഭാഗിക്കുമ്പോൾ കിട്ടുന്ന 3.25 നാഴികയ്ക്കുള്ളിൽ ജനിച്ചാൽ മാത്രമേ സമ്പൂർണ്ണമായ ഗണ്ണാന്തദോഷം അനുഭവത്തിൽ വരികയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഗണ്ണാന്തത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് 15 നാഴികയ്ക്കുള്ളിൽ ജനിച്ചാലൊന്നും ഗണ്ണാന്തദോഷം വരില്ല. ഇത് തന്നെ അതിൻ്റെ 4 ഭാഗിക്കുന്ന ആ സംഭവത്തിൽ വരുന്ന ഗണ്ണാന്തദോഷത്തിലാണ് ശരിക്കും ഗണ്ണാന്തദോഷം ഫീലാവുന്നത്. അതേപോലെ തന്നെ ആ 3.25 4 ഭാഗിക്കുമ്പോൾ അതിലേത് ഭാഗത്തിലാണോ കുട്ടിയുടെ ജനനം അതിൻ്റെ ആ 4 ഒരാൾക്ക് മാതാവിന്, പിതാവിന്, മാതുലന്, കുട്ടിക്ക് ഈ 4 ഒരാൾക്കാണ് ഇതിൻ്റെ ദോഷം ഫീലാവുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മജ്ഞാനിയായ ജ്യോത്സ്യനെയാണ് കാണുന്നതെങ്കിൽ ആൾ 15 നാഴികയ്ക്കുള്ളിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇല്ലാത്ത വഴിപാടൊക്കെ ചെയ്യും. ഇതന്നെ ഒരു 12 വയസ്സായ കുട്ടിയുണ്ടെന്നും പറഞ്ഞിട്ട് ഗണ്ണാന്തത്തിലെ ജനിച്ച വലിയ പൂജ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞൊക്കെ ഒരു പ്രാവശ്യം മംഗലാപുരത്ത് ഒരു പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയുക, അങ്ങനെ ഗണ്ണാന്ത ദോഷം എന്ന് പറയുന്ന ആ ദോഷത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ 13 വർഷത്തിൻ്റെ 4 ഭാഗം, അതായത് 3.25 വർഷം കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് നക്ഷത്ര ദോഷത്തിൽ ജനിച്ച ഒരു സംഭവമായാലും അതെല്ലാം അതോടുകൂടി തീർന്നു പോകും. അതുവരെ ദോഷം ഫീലാവുകയുള്ളൂ. അല്ലാതെ 12 വയസ്സായ കുട്ടിക്ക് ഗണ്ണാന്തദോഷത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ടൊന്നും വേറെ ഒരു ദോഷവും സംഭവിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ജ്യോതിഷം എന്ന് പറയുന്നത് പരമമായ ഒരു സത്യമാണ്. കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാരുടെ പിഴവുകളിൽ സംഭവിക്കുന്ന മൂല്യച്യുതിയാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നമ്മൾ ചെല്ലുന്ന ആചാര്യന് ഇതെല്ലാം അറിയാൻ സാമർഥ്യമുള്ള ആളാണെന്നെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ്. അല്ലാതെ മാധ്യമങ്ങൾ വളർത്തി വലിയ ആളാണെന്ന് കരുതിയൊക്കെ ചെന്നു. ആൾ ചെന്നപ്പോൾ പറഞ്ഞത് ഇതൊന്നുമല്ല, കുട്ടി പഠിക്കണില്ല, അതുകൊണ്ട് കുട്ടിയെ നല്ല പിടപെടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ചിന്തിക്കുക, ഒരിക്കലും ഈ ആചാര്യൻ ഒരു പൂർണ്ണനല്ല. മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് യുക്തിവാദികളുടെ കൂടെ കൂടി യുക്തി പറയുന്ന ഒരു ചാർവണകൻ മാത്രമാണ് ഈ ആചാര്യൻ എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുക. കാരണം ജ്യോതിഷം എന്നാൽ ഒരു ദൈവിക ജ്ഞാനമാണ്. ദൈവിക ജ്ഞാനം എന്നാൽ ദൈവിക വഴിയിലൂടെ ഉപയോഗിക്കേണ്ടതാണ്. ഇത് തന്നെ ചിലർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ദൈവിക വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് ആ വഴിക്കും പറ്റിക്കുന്നവരുണ്ട്, ദൈവികത്തിൻ്റെ പരിവേഷം ചാർത്തിട്ട് പറ്റിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ട് തടുക്കുന്നവരും ശരിക്കും പറ്റിക്കുന്നതിന് തുല്യം തന്നെയാണ്. കാരണം അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വളരെ അറിവോടുകൂടി സംസാരിക്കുമ്പോഴും ജനത്തിനെ അബദ്ധത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്ന ഒരാളും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ അമിതമായിട്ട് മദ്യപിക്കുന്ന ഒരാളുടെ മദ്യപാനം നിർത്താമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ആചാര്യം പറയാണ് നല്ല പിടപെടച്ചാൽ മതി, മദ്യപാനം മാറും എന്ന് പറയുമ്പോൾ അങ്ങേരുടെ അറിവില്ലായ്മയോ അഹങ്കാരമോ അതാണ് അതിൻ്റെ ഫലം. ഒന്നുകിൽ നമുക്ക് അറിയില്ലാത്തൊരു കാര്യത്തെ വിട്ടുകളയുക, അല്ലെങ്കിൽ അത് പരിസമാപ്തിയിൽ എത്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതായത് പഠിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് പഠനം പിന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സാമർഥ്യം തിരിച്ചു കൊണ്ടുവരുന്നതിന് ആചാര്യന് കഴിവുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ചരടെങ്കിലും ജപിച്ചു കൊടുത്ത് ആ കഴിവ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഒരു ഏലസെങ്കിലും ജപിച്ചു കൊടുത്തിട്ട് അത് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ എന്താണോ കുട്ടിയെ പിന്നിലേക്ക് വലിക്കുന്ന നെഗറ്റീവ്സ് എന്നുള്ളത് കണ്ടെത്തി അത് മാറ്റിക്കളഞ്ഞിട്ട് കുട്ടിയെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക. അല്ലാതെ വെറുതെ ഈ കാരണന്മാർക്ക് അറിഞ്ഞൂടെ, സൃഷ്ടിക്കുന്ന മാതാപിതാക്കൾക്ക് അറിയാം കുട്ടിയെ അടിച്ചു വളർത്തണോ അടിക്കാതെ വളർത്തണോ എന്നുള്ളത്. അതിനൊരു ജ്യോത്സ്യൻ്റെ സമീപത്ത് നിന്നിട്ട് അടിച്ചു വളർത്തണം എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിഡ്ഢികളായ ഈ മാതാപിതാക്കളെയും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലർ വരുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അവരെ പുച്ഛിച്ചു ഇവരെ പുച്ഛിച്ചു എന്ന് പറയും. നമ്മളറിയും ആരും പുച്ഛിക്കാറില്ല. കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യത്തിൻ്റെ ശരി തെറ്റുകളിലേക്ക് വിരൽ ചൂണ്ടേ ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം പറയുന്നത് തന്നെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ്. അപ്പോൾ പിന്നെ കാണാപ്പുറങ്ങൾ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരിക്കലും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ കാണുക എന്ന് പറയുന്നത്. നിങ്ങൾ കാണാതിരുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരികയാണ്, അത് കാണുക. സൗകര്യമുള്ളവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർ വിശ്വസിക്കേണ്ട. നമ്മൾ ആരെയും നിർബന്ധിച്ച് വിശ്വസിക്കാൻ പറയുന്നില്ല. വിശ്വസിച്ച് പോകുന്നവർക്ക് ആ ഒരു മനസ്സുഖവും അവിശ്വാസിയായിട്ട് പോകുന്നവർക്ക് അവരുടെ മനസ്സുഖവും. എന്തായിരുന്നാലും അവരവരുടെ മനസ്സുഖത്തിനനുസരിച്ച് തന്നെ മനുഷ്യർക്ക് ജീവിച്ച് തീർക്കാവുന്നതാണ്.